عن سلمة بن الأكوع رضي الله تعالى عنه ركوع جيد حديث كنا جلوسا عند النبي صلى الله عليه وسلم سلمة بن الأكوع رضي الله تعالى عنه പറയുകയാ ഞാൻ അല്ലാഹുവിന്റെ റസൂലും ഞങ്ങളുടെ സഹാബാക്കളും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇദാ ഉതിയ ബിജനാസ ആ സന്നിധാനത്തിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവരികയാണ്. പാലോ സഹാബാക്കൾ ഒന്നടങ്കം പറയുകയാ സല്ലി അലൈഹാ യാ റസൂലല്ലാഹ് നബിയേ ആ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കണേ ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ ഓടി വന്ന മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയല്ല ചെയ്തത്. പിന്നെയോ അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളോട് ചോദിക്കുകയാ ഹൽ അലൈഹി ദൈനു യാ സഹാബാ. അല്ലയോ സഹാബത്തേ ഈ കൊണ്ടുവരപ്പെട്ട മയ്യത്ത് കടക്കാരനാണോ സഹാബത്തേ, കടക്കാരനാണോ സഹാബത്തേ എന്ന് ചോദിക്കുമ്പോ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ യാ റസൂലല്ലാഹ് നബിയേ മയ്യത്ത് കടക്കാരനല്ല നബിയേ. നമ്മുടെ ഉള്ളിലൊക്കെ മയ്യത്ത് വരുമ്പോ ഹാഫിദ് ഉസ്താദ് പറയും മയ്യത്തിന് മതത്തെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറയും ഈ മയ്യത്തിന് എന്തെങ്കിലും ഹക്കോ ബാധ്യതയോ കടമോ ഉണ്ടെങ്കിൽ മക്കളെ സമീപിക്കുക. പറയാറില്ലേ? ഉണ്ട്. അതെന്തിനാണ് ആ ഒരു ഹദീസ് വളരെ നമ്മളൊക്കെ മക്കളെ ഏറ്റെടുത്തിട്ട് ഒരു ഒറ്റ പോകോ പിന്നെ ഇവരുടെ എന്റെ വാപ്പ 1 ലക്ഷം രൂപ തരാണെന്ന് എപ്പോ തരാണെന്ന് എന്ന് മേടിച്ച് ഇങ്ങനെ ചോദിക്കുന്നു മക്കൾ ഓർത്തോ ഏറ്റെട്ട് കാര്യമില്ല വീട്ടണം. അതുവരെ മയ്യത്ത് ശിക്ഷിക്കപ്പെടും കേട്ടോ ഹദീസ്. നബി തങ്ങളോട് ചോദിച്ചപ്പോൾ ഇന്റെ നബിയെ നബി തങ്ങൾ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാ. അതാ വീണ്ടും രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധാനത്തിലേക്ക് ഒരു മയ്യത്തുമായി സഹാബാക്കൾ വരികയാ. സഹാബാക്കൾ അതാ വിളിച്ചു പറയുകയാ സല്ലി അലൈഹാ യാ റസൂലല്ലാഹ് നബിയേ ആ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തോ ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ് ഹൽ അലൈഹി ദൈനു യാ സഹാബ. അല്ലയോ സഹാബത്തെ ഈ മയ്യത്ത് കടക്കാരനാണോ സഹാബത്തെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് സഹാബാക്കൾ പറയുകയാണ് യാ റസൂലല്ലാഹ് നഅം യാ റസൂലല്ലാഹ് നബിയേ കടക്കാരനാണ് നബിയേ 3 ദിനാർ കടക്കാരനാണ് നബിയേ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ് ഹൽ തറക ശൈആ ഹൽ തറക ശൈആ. മയ്യത്ത് ഈ കടം മാറ്റാൻ വേണ്ടിയിട്ട് വസ്തുവകകൾ മാറ്റിയിട്ടാണോ പോയിരിക്കുന്നത്? ഈ മയ്യത്തിന്റെ കടം മാറ്റാൻ വസ്തുക്കളോ വീടോ മനസ്സിലാവില്ലേ കാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അത് വിറ്റിട്ട് കടം കിട്ടാൻ വേണ്ടിയാണ് നബി തങ്ങൾ ചോദിക്കുന്നു. അപ്പൊ നമ്മളെ ഹത്തീബുമാരും ഉസ്താദുമാരും ചോദിക്കാം സഹാബാക്കൾ പറഞ്ഞു നബി തങ്ങൾ ആ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക. മൂന്നാമതായി സഹാബാക്കൾ മൂന്നാമത്തെ മയ്യത്തുമായി സന്നിധാനത്തിലേക്ക് വരുമ്പോ സഹാബാക്കൾ വിളിച്ചു പറയുകയാ സല്ലു അലാ സല്ലി അലൈഹാ യാ റസൂലല്ലാഹ് നബിയേ ആ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കണേ ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ചോദിക്കുകയാ ഹൽ അലൈഹി ദൈനു യാ സഹാബ. ഈ മയ്യത്ത് കടക്കാരനാണോ സഹാബത്തെ? നഅം യാ റസൂലല്ലാഹ് നബിയേ ഈ മയ്യത്ത് 3 ദിനാർ കടക്കാരനാണ് നബിയേ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ ഹൽ തറക ശൈആ ഹൽ തറക ശൈആ. ഈ
മയ്യത്തിന്റെ കടം മാറ്റാൻ അയാള് വല്ല വസ്തുക്കളും ഉപേക്ഷിച്ചിട്ടാണോ പോയിരിക്കുന്നത്? സഹാബാക്കൾ പറഞ്ഞു, നബിയെ ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയെ, പാവപ്പെട്ട മയ്യിത്താണ് നബിയെ, കടക്കാരനായ മയ്യിത്താണ് നബിയെ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ രോഷാകുലനാവുകയാ, മുഖം ചുമച്ചുകയാ. അല്ലാഹുവിന്റെ റസൂൽ ആ സന്നിധിയിൽ നിന്ന് പിറകിലോട്ട് മാറുകയാ. എന്നിട്ട് സഹാബാക്കളോട് പറയുകയാ, സല്ലൂ അലാ സാഹിബിക്കും, സല്ലൂ അലാ സാഹിബിക്കും. സഹാബത്തെ, കടക്കാരനായ മയ്യിത്തിന്റെ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ എനിക്ക് അനുവാദമില്ല സഹാബത്തെ. നിങ്ങളുടെ കൂട്ടുകാരന് നിങ്ങൾ തന്നെ മയ്യിത്ത് നമസ്കരിച്ചോ, എനിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയില്ല. ഇത് കേട്ടപ്പോ സഹാബാക്കൾ ഭയപ്പെട്ടു പോയി. കാരണം സഹാബാക്കളുടെ സ്വന്തം കൂട്ടുകാരനാണ്. ഇന്ന് ഈ സംഘങ്ങളുടെ പേരിൽ, സംഘടനയുടെ പേരിൽ തമ്മിൽ തല്ലുന്നവരെ, നബിദിനം വേണോ വേണോ എന്ന് തമ്മിൽ തല്ലുന്നവരെ, മൗലൂദ് വേണോ വേണ്ടോ എന്ന് തമ്മിൽ തല്ലുന്നവരെ, സഹാബാക്കളെ നോക്കുക, സഹാബാക്കളെ നോക്കുക. ഒരു കടക്കാരനായ പേരിൽ അവർ വിഷമിക്കുകയാ. അവർ മുന്നിലോട്ട് വരികയാണ്. ഖത്താദ റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ, ഞാൻ ആ കടമേറ്റെടുത്തു കൊള്ളാം നബിയേ, അതിന്റെ ആ മയ്യിത്തിന്റെ ബാധ്യതകൾ മുഴുവനും ഞാൻ ഏറ്റെടുത്തു കൊള്ളാം നബിയെ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു വ്യക്തി ആ മയ്യിത്തിന്റെ ബാധ്യത ഏറ്റെടുത്തതിന് ശേഷമാണ് അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യിത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തത്. സദസ്സ് പിരിഞ്ഞു പോയി. പിറ്റേ ദിവസമായി മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ ഖത്താദ റളിയല്ലാഹു തആല നടന്നു വരികയാണ്. ഖത്താദ റളിയല്ലാഹു തആല കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഇന്നലെ മയ്യിത്തിന്റെ ബാധ്യത നീ ഏറ്റെടുത്തിട്ട് നീ വീട്ടിയോ ഖത്താദ എന്ന് ചോദിക്കുമ്പോ ഖത്താദ റളിയല്ലാഹു തആല പൊട്ടിപ്പോയി, നബിയേ, ഞാൻ മറന്നുപോയി നബിയേ, ഇപ്പോ തന്നെ ഞാൻ വീട്ടിൽ കൊള്ളാം ഹബീബേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്നിധിയിൽ നിന്ന് ഖത്താദ റളിയല്ലാഹു തആല ഓടുകയാണ്. ആ മയ്യിത്തിന്റെ ബാധ്യത നിറവേറ്റാൻ പോവുകയാണ്. സമയങ്ങൾ കഴിഞ്ഞു. തിരിച്ചു വന്നു. റസൂലുള്ളാഹി കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫല്ലാന ബറദ ജിൽദുഹു, ഫല്ലാന ബറദ ജിൽദുഹു. പറഞ്ഞൊരു വാക്കുണ്ട്, ഖത്താദ, ഇപ്പോഴാണ് ആ മയ്യിത്ത് ഖബറിലെ തീയിൽ നിന്ന് മോചനം കിട്ടിയത്. ഇപ്പോഴാണ് ആ മയ്യിത്ത് ഒന്ന് തണുത്തത് എന്ന് മുഹമ്മദ് മുസ്തഫ